Hi all, welcome to my channel. So, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 8051 DAC interfacing ആണ്. 8051 മൈക്രോ കൺട്രോളറും DACയും ഇന്റർഫേസ് ചെയ്യുന്ന ഒരു ടോപ്പിക് ഉണ്ട്. അതാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഇലക്ട്രോണിക്സും ഇലക്ട്രിക്കൽ രണ്ട് സ്റ്റുഡൻസിനും EC305ലും EC309ലും ഉള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ രണ്ട് സ്റ്റുഡൻസിനും ഇത് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളിതിപ്പോൾ ഏത് സബ്ജക്റ്റ് ആണോ പഠിക്കുന്നത് അതിന്റെ സിലബസ് വെച്ചിട്ട് പഠിക്കുക കേട്ടോ. കാരണം ഞാനിത് മോസ്റ്റ്ലി അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ഇലക്ട്രിക്കലിന്റെ സിലബസ് ആണ്. ബട്ട് ECയുടെ സിലബസ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കുറേ ടോപ്പിക്സ് കോമൺ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഫിഫ്ത്ത് മൊഡ്യൂളിലൊക്കെ ഇപ്പൊ ടൈമർ, കൗണ്ടർ, സീരിയൽ കമ്മ്യൂണിക്കേഷൻ ഇതെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ കുറെയൊക്കെ സെയിം തന്നെയാണ്. ചില ടോപ്പിക്സ് ഒക്കെ ഡിഫറെന്റ് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറ്റുന്നത് പോലെ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾ നെക്സ്റ്റ് വീക്കിലെ എക്സാം എന്ന് എനിക്കറിയാം. അതിന് മുമ്പ് മാക്സിമം ഞാൻ അപ്ലോഡ് ചെയ്യാൻ നോക്കാം. ഇന്ന് നമുക്ക് 8051 DAC ഇന്റർഫേസിംഗ് ആണ്. ഓൾറെഡി നമ്മൾ 8085 DAC ഇന്റർഫേസിംഗ് പഠിച്ചിട്ടുണ്ട്. അതുപോലെയൊക്കെ തന്നെയുള്ളൂ ഏകദേശം. അതറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പൊ DAC എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ് ടു കൺവേർട്ട് ഡിജിറ്റൽ ടു അനലോഗ് സിഗ്നൽ കൺവേർഷൻ ആണ്. അപ്പൊ ഞാനിതൊക്കെ ഒത്തിരി ഡീപ്പായിട്ട് അങ്ങ് പോകുന്നില്ല, എങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യം മനസ്സിലാവുന്ന രീതിയിൽ മാക്സിമം ഷോർട്ട് ആക്കാൻ തന്നെ ട്രൈ ചെയ്യാം. കാരണം നിങ്ങൾക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് DAC ആയിട്ട് യൂസ് ചെയ്യുന്ന IC 808 അല്ലെങ്കിൽ MC1408 DAC IC ആണ് യൂസ് ചെയ്യുക. ഇത് ഡിജിറ്റലിനെ എന്ത് ചെയ്യുന്നു? ഒരു കറണ്ട് ആയിട്ടാണ്. ഇവിടെ കറണ്ട് ആണ് ഈ ICയുടെ ഔട്ട്പുട്ട് കിട്ടുക. അപ്പൊ നമുക്കതിന് വോൾട്ടേജ് ആണ് വേണ്ടതെങ്കിൽ ആ കറണ്ടിനെ ഒരു റെസിസ്റ്ററിലൂടെ കണക്ട് ചെയ്യും, പാസ് ചെയ്യും. അപ്പോൾ അവിടെ എന്ത് കിട്ടും? വോൾട്ടേജ് കിട്ടും. നമുക്ക് അതിന്റെ സർക്യൂട്ട് എങ്ങനെയാണെന്ന് നോക്കാം. DACക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. DAC പല പല ടൈപ്പ് ഓഫ് DACകളുണ്ട്. അതിലൊരു R2R ലാഡർ എന്നൊക്കെ പറഞ്ഞ DAC ഉണ്ട്. അതാണ് ഈ 808 ICയിൽ അതാണ് യൂസ് ചെയ്യുക. അപ്പൊ ഇതൊരു DAC ഒരു പെർട്ടിക്കുലർ IC തന്നെ ഉണ്ടാവും. ഈ IC എന്ത് ചെയ്യണം? 8051 കണക്ട് ചെയ്യണം. അപ്പൊ 8051 ഏതെങ്കിലും ഒരു പോർട്ടിലേക്കായിരിക്കും DAC കണക്ട് ചെയ്യുക. നമുക്കൊരു ഡിജിറ്റൽ ടു അനലോഗ് കൺവേർഷൻ ചെയ്യണമെങ്കിൽ ഈ DAC IC 8051 ഏതെങ്കിലും പോർട്ടിലേക്ക് കണക്ട് ചെയ്യണം. അപ്പൊ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് പോർട്ട് 1 ആണ്. അപ്പൊ പോർട്ട് 1ന് 8 പിന്നില്ലേ? ആ 8 പിന്നിലേക്ക് DACയുടെ ഡേറ്റാബേസ് കണക്ട് ചെയ്യുക. DACയിൽ D0 to D7 എന്ന് പറഞ്ഞ് ഡേറ്റാബേസ് ഉണ്ട്. 8 പിന്നുണ്ട്. ആ 8 പിന്ന് ഡയറക്റ്റ് എന്ത് ചെയ്യുക? 8051 ഇത് 8051 ആണ്. 8051 ഏതെങ്കിലും ഒരു പോർട്ടിലേക്ക്, നമ്മളിപ്പോ പോർട്ട് 1 ആണ് എടുത്തിരിക്കുന്നത്, ഡയറക്റ്റ് കണക്ട് ചെയ്യുക. പിന്നെ ഇവിടെ ഞാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയുന്നത് ഇത് ഗ്രൗണ്ട് ആണ്. പിന്നെ ഇവിടെ നമുക്ക് റെഫറൻസ് ആയിട്ടുള്ള കറണ്ട് വേണം. ഇവിടുത്തെ റെഫറൻസ് കറണ്ട് എപ്പോഴും ഈ ഒരു 808 ആണെങ്കിൽ 2 മില്ലി ആംപിയർ ആണ്. സോ 2 മില്ലി ആംപിയർ കറണ്ട് കിട്ടണമെങ്കിൽ നമ്മളുടെ ഒരു V റെഫറൻസ് ആണ് കണക്ട് ചെയ്യുക. V റെഫറൻസ് +5 വോൾട്ട്. അപ്പൊ ഇവിടെ നമുക്ക് വേണ്ടത് ഔട്ട്പുട്ട് കറണ്ട് ആണുള്ളത്. അപ്പൊ ഇവിടെ ഔട്ട്പുട്ട് റെഫറൻസ് കറണ്ട് കിട്ടണം. റെഫറൻസ് കറണ്ട് കിട്ടണമെങ്കിൽ ഇതിനെ റെസിസ്റ്ററിലൂടെ പാസ് ചെയ്യണം. അതിനാണ് ഈ റെസിസ്റ്റർ ഒക്കെ വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന് 2 മില്ലി ആംപിയർ കിട്ടുന്ന രീതിയിൽ ഡിസൈൻ ചെയ്ത് റെസിസ്റ്ററിലൂടെ പാസ് ചെയ്യും. അപ്പോൾ എന്താണ് ഒരു റെഫറൻസ് കറണ്ട് കിട്ടേണ്ട പിന്നിലേക്ക് റെഫറൻസ് കറണ്ട് എത്തും. പിന്നെ ഇവിടെ എന്താണ് ഈ I ഔട്ട് എന്നുള്ളത്? ഇവിടുത്തെ ഔട്ട്പുട്ട് ആണ്. നമുക്ക് ഇപ്പോൾ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർഷൻ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഒരു 8 ബിറ്റ് ഡിജിറ്റൽ ഡേറ്റ DACയിലേക്ക് പാസ് ചെയ്യുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു കറണ്ട് ഇവിടെ ഔട്ട്പുട്ട് കിട്ടും. അപ്പൊ നമുക്ക് എത്രയാണോ ഏത് ഡേറ്റയാണോ കൺവേർട്ട് ചെയ്യേണ്ടത് ആ ഡേറ്റ 8051 എന്താണ് ഈ പോർട്ടിലേക്ക് പാസ് ചെയ്യും. ഈ പോർട്ട് 1ലേക്ക് പാസ് ചെയ്യും. ആ പോർട്ട് 1ൽ നിന്ന് ഡയറക്റ്റ് DACയുടെ ഇൻപുട്ട് ആയിട്ട് D0 to D7 എത്തും. DAC എന്ത് ചെയ്യും? അതിനെ DAC കൺവേർഷൻ, ഇതിനുള്ളിൽ സർക്യൂട്ട്സ് ഉണ്ട്. അത് നമ്മുടെ R2R പല ടൈപ്പ് ഓഫ് DAC കൺവേർഷൻ ഉണ്ട്. അതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു മെത്തേഡ് ആയിരിക്കും ഒരു യൂസ് ചെയ്യുക. അത് ഓരോ ICയിലും ഓരോ മെത്തേഡൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുക. അതിൽ എന്ത് ചെയ്യുന്നു? അവർ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർഷൻ ചെയ്യുന്നു. കൺവേർഷൻ ചെയ്തിട്ട് ഔട്ട്പുട്ട് കറണ്ട് കിട്ടുന്നു. ഈ ഔട്ട്പുട്ട് കറണ്ടിനെ വോൾട്ടേജ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു പോർട്ട് വെച്ചിരിക്കുന്നത്. ഇത് 5K പോർട്ടാണ് ഇവിടെ യൂസ് ചെയ്യുക. ഒന്നെങ്കിൽ ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്താലും മതി. പിന്നെ കറക്റ്റ് ആയിട്ട് 5K തന്നെ കിട്ടണമെങ്കിൽ ഒരു പോർട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ടാണ് അവർ പോർട്ട് യൂസ് ചെയ്തത്. എന്നിട്ട് എന്ത് കിട്ടി? നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടി. അപ്പൊ ഈ DAC ICയുടെ ഔട്ട്പുട്ട് കറണ്ട് ആണ്. അതിനെ ഒരു റെസിസ്റ്ററിലൂടെ പാസ് ചെയ്ത് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടി. പിന്നെ ഇവിടെ നമുക്ക് ഈ ഔട്ട്പുട്ട് കറണ്ടിന്റെ ഇക്വേഷൻ ഇതാണ്. ഇവിടെ ഔട്ട്പുട്ട് കറണ്ടിന്റെ ഇക്വേഷൻ ആണ് I റെഫറൻസ് ഇൻറ്റു D7/2 പ്ലസ് D6/4 പ്ലസ് D5/8 പ്ലസ് D4/16 പ്ലസ് D3/32 പ്ലസ് D2/64 പ്ലസ് D1/128 പ്ലസ് D0 to 256. ഇങ്ങനെയാണ് ഇക്വേഷൻ വരിക. അപ്പൊ ഈ I റെഫറൻസ് എപ്പോഴും ഒരു 2 മില്ലി ആംപിയർ ആണ് ഈ 808 യൂസ് ചെയ്യുക. 2 മില്ലി ആംപിയർ ഇൻറ്റു ഇപ്പൊ ഫോർ എക്സാമ്പിൾ D7 to D6 എല്ലാം 1 ആണെങ്കിൽ ഇതിനെല്ലാം 1 കൊടുത്ത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഒരു പെർട്ടിക്കുലർ വാല്യൂ കിട്ടും. അപ്പൊ ഒരു I ഔട്ട് കിട്ടും. ഈ I ഔട്ടിന് V ഔട്ട് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ 5 കിലോ ആയിട്ട് 5K ആയിട്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? V ഔട്ട് കിട്ടും. ഇങ്ങനെയാണ് ഇവിടെ
കാൽക്കുലേഷൻ നടക്കുക. അപ്പൊ ഇനി എക്സാമിന് ഇൻ കേസ് നിങ്ങൾക്ക് ഒരു ഡിജിറ്റൽ വാല്യൂ തന്നിട്ട് അതിന്റെ ഈ പെർട്ടിക്കുലർ ഐസിയിൽ എന്തായിരിക്കും ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അവിടെ ഡിജിറ്റൽ വാല്യൂ ഇപ്പോൾ 11 0 11 0 11 ഇങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് D0 ഇത് D0 to D7 ഇതിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് കിട്ടുന്ന വാല്യൂവിനെ ഇൻറ്റു 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, വി ഔട്ട് കിട്ടും. ഇതാണ് DACയുടെ സർക്യൂട്ട്. ഈ 8051 DACയും ഇന്റർഫേസിംഗ് സർക്യൂട്ട് ഇതാണ്. ഇനി നമുക്കൊരു സൈൻ വേവ് ജനറേഷൻ നോക്കാം. ഒരു DAC വെച്ച് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർഷൻ IC വെച്ച് നമുക്കൊരു സൈൻ വേവ് ജനറേറ്റ് ചെയ്യണം. സൈൻ വേവ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് നോക്കണം. അപ്പൊ നമുക്കൊരു സൈൻ വേവ് ഇങ്ങനെ കിട്ടണം. ഇങ്ങനെ കിട്ടണമെങ്കിൽ സൈൻ വേവ് എന്ന് വെച്ചാൽ എന്താണ്, 0 to 360 ഡിഗ്രി അല്ലേ. അപ്പൊ ഇവിടെ ചെയ്യേണ്ടത് ഓരോ ഡിഗ്രിയിലും എന്തായിരിക്കും വോൾട്ടേജ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ടാണ് നമുക്ക് ആ വാല്യൂ കൊടുത്തിട്ടാണ്, കാരണം നമുക്ക് ഇവിടെ ഡിജിറ്റൽ വാല്യൂ കൊടുത്ത് DAC യൂസ് ചെയ്തിട്ടാണ് സൈൻ വേവ് ജനറേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഒരു ഡിജിറ്റൽ വാല്യൂ ഇൻപുട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത്, ഓരോ ഫേസ് ആംഗിളിന്റെയും ഒരു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും, അത് കൊടുക്കും, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും. അങ്ങനെ നമുക്ക് സൈൻ വേവ് കിട്ടണം. അപ്പൊ ഇവിടെ ചെയ്യുന്നത് ഫോർ ജനറേറ്റിംഗ് സൈൻ വേവ്, ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, we need a lookup table to represent the values between 0 degree to 360 degree കിട്ടുന്നവരെ അതിന് കറസ്പോണ്ടിങ് എന്ത് വാല്യൂ കൊടുക്കണം എന്നുള്ളതിന് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പൊ നമ്മളിവിടെ എക്സാമ്പിൾ എടുക്കുന്ന ഒരു 30 ഡിഗ്രി ഇൻക്രിമെന്റ്, ആദ്യം 0 പിന്നെ 30 പിന്നെ 60 ഇങ്ങനെ 90 ഇങ്ങനെ 30 ഡിഗ്രി ഇൻക്രിമെന്റിൽ ഒരു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക ചെയ്യുന്നത്. നമ്മുടെ DACയുടെ ഔട്ട്പുട്ട് മാക്സിമം ഔട്ട്പുട്ട് 10 വോൾട്ട് എന്ന രീതിയിലാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്, എങ്ങനെയാണ് അതിന്റെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാണ്. അപ്പൊ ഇതാണ് അതിന്റെ ടേബിൾ. ഇവിടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്. ഇത് 10 വോൾട്ട് ആണെങ്കിലാണ് കേട്ടോ, DAC 10 വോൾട്ട് ആണെങ്കിൽ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക. 5 വോൾട്ട് പ്ലസ് 5 ഇൻറ്റു സൈൻ തീറ്റ. ഈ തീറ്റയ്ക്ക് നമുക്ക് ഏത് ഫേസ് ആംഗിൾ ആണോ വേണ്ടത് ആ തീറ്റ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് നമുക്ക് 0 ഡിഗ്രിയിൽ എത്രയാണ് വാല്യൂ കിട്ടേണ്ടത്, എത്രയാണ് വോൾട്ടേജ്, അതിന് കറസ്പോണ്ടിങ് എന്ത് വാല്യൂ DACയിൽ കൊടുക്കണം എന്നുള്ള കാൽക്കുലേഷൻ ആണിത്. അപ്പൊ ഫസ്റ്റ് സൈൻ 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈൻ തീറ്റ എന്ന് വെച്ചാൽ എന്താണ്, സൈൻ തീറ്റയ്ക്ക് തീറ്റ 0 കൊടുത്താൽ സൈൻ 0 ആണ്. ഇനി അവിടെ ഔട്ട്പുട്ട് വോൾട്ടേജിൽ ഈ ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. ഔട്ട്പുട്ട് വോൾട്ടേജ് ഇക്വേഷൻ എന്താണ്, 5 വോൾട്ട് പ്ലസ് 5 ഇൻറ്റു സൈൻ 0 എന്താണ്, 0 ആണ്. അപ്പൊ 5 തന്നെയല്ലേ കിട്ടുന്നത്. അപ്പൊ ഇതാണ് വോൾട്ടേജ്. ഇതുപോലെ 30 ഡിഗ്രി ആണെങ്കിൽ സൈൻ 30 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, 1/2 അപ്പൊ 0.5 കിട്ടും. അപ്പൊ അതിന് ഇതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 7.5 ആണ് കിട്ടുക. ഇതുപോലെ 0 to 360 ഡിഗ്രിക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് വോൾട്ടേജ് എത്രയാണെന്ന് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് DACയിൽ കൊടുക്കുന്ന വാല്യൂ എന്താണെന്ന്. DACയിൽ കൊടുക്കുന്ന വാല്യൂ നമുക്ക് ഇവിടെ വോൾട്ടേജ് എന്താണോ കിട്ടിയത് ആ വോൾട്ടേജ് ഇൻറ്റു 25.6 ആണ് ചെയ്യുക. 25.6 അപ്പൊ നമുക്ക് 5 ഇൻറ്റു 25.6 ചെയ്യണം. അപ്പൊ നമുക്ക് കിട്ടുക 128 ആണ്. അതുപോലെ 7.5 ഇൻറ്റു 25.6 അങ്ങനെ 192. ഇങ്ങനെ 0 to 360 ഡിഗ്രി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി നമുക്ക് അതിന്റെ സൈൻ വേവിന്റെ പ്രോഗ്രാം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് 0 to 360 ഡിഗ്രി ഇത്രയും വലിയൊരു ടേബിളിൽ ഇത്രയും വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യണം. കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഓരോ വാല്യൂയും ഇൻപുട്ട് ആയിട്ട് കൊടുക്കണം. നമുക്കിപ്പോ DACയിലേക്ക് നമുക്ക് 128 എന്നുള്ള എന്താണ് 8 ബിറ്റ് ആയിട്ട് അതിലേക്ക് കൊടുക്കണം. നമുക്ക് ഈ വാല്യൂസ് എല്ലാം ഇൻപുട്ട് ആയിട്ട് കൊടുക്കണം. ഓരോ വാല്യൂവിനും കറസ്പോണ്ടിങ് ഇപ്പൊ 128 എന്ന് ഇൻപുട്ട് കൊടുത്താൽ അതിന് കറസ്പോണ്ടിങ് ഒരു എന്താണ് അവിടെ ഒരു വോൾട്ടേജ് കിട്ടും. അതുപോലെ 192 ഇങ്ങനെ ഓരോന്നിനും വോൾട്ടേജ് കിട്ടും. അവസാനം നമുക്ക് എന്ത് കിട്ടും, ഒരു സൈൻ വേവ് കിട്ടും. ഇതാണ് നമ്മളുടെ ചെയ്യേണ്ട പ്രോഗ്രാം. അപ്പൊ ആദ്യം ഈ ടേബിളിനെ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. ഓക്കെ, ടേബിൾ എന്നുള്ളൊരു നെയിം കൊടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കുക. ഈ DB എന്ന് വെച്ചാൽ ഡിഫൈൻ ബൈറ്റ് എന്നാണ്. അത് ഡയറക്റ്റീവ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് 8051 നമുക്ക് ഇങ്ങനെ DB എന്ന് പറഞ്ഞ് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പൊ DB ടേബിൾ DB എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പ്രോഗ്രാമിൽ എവിടെ ടേബിൾ എന്ന് ഇട്ട് കഴിഞ്ഞാലും അപ്പൊ ഈ വാല്യൂസ് ആയിരിക്കും എടുക്കുക. അതിനാണ് നമ്മളുടെ ഡിഫൈൻ ബൈറ്റ് ഇട്ട് ഈ വാല്യൂസ് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂസ് ഒക്കെ ഇവിടെ ഇവിടത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഫസ്റ്റ് മൂവ് ഡേറ്റ പോയിന്റർ ഹാഷ് ടേബിൾ എന്ന് വെച്ചാൽ ടേബിളിലെ ഫസ്റ്റ് വാല്യൂ എവിടെയാണോ ടേബിൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത്, ഈ ടേബിൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ 2051 എന്നുള്ള ലൊക്കേഷൻ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ലൊക്കേഷൻ ആയിരിക്കും ഈ ഡേറ്റ പോയിന്ററിലേക്ക് സ്റ്റോർ ആവുക. അപ്പൊ നമ്മൾ ടേബിൾ എന്ന് ഒരു ലേബൽ കൊടുത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ടേബിൾ ഇടുകയാണെങ്കിൽ എന്തായിരിക്കും, ആ അഡ്രസ് ആണ് ഇവിടേക്ക് ഡേറ്റ പോയിന്റിലേക്ക് സ്റ്റോർ ആവുക. അപ്പൊ ഡേറ്റ പോയിന്റിൽ എന്തുണ്ട്, അതിന്റെ ഒരു അഡ്രസ് ഉണ്ട്. ഇനി നമുക്കൊരു കൗണ്ട് വാല്യൂ, ഇവിടെ എത്ര നമ്പർ ഉണ്ട്, ഇപ്പൊ 128 തൊട്ട് 128 വരെ നമ്മൾ 0 to 360 ഡിഗ്രി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. ആ വാല്യൂസ് എത്ര നമ്പർ ഓഫ് വാല്യൂ ഉണ്ട്,
നമ്മളിവിടെ 0 to 360 ഇത്രയും നമ്പർ ഓഫ് വാല്യൂസ് ഇല്ലേ, അത് എത്രയാണ് കൗണ്ട് എന്നുള്ളത് ഒരു രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യണം. അതാണ് മൂവ് R2, ഹാഷ് ഒരു കൗണ്ട് എന്ന് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഒരു ഡയറക്റ്റ് വാല്യൂസ് കൊടുക്കാം. അപ്പൊ എത്രയാണോ കൗണ്ട് ആ കൗണ്ട് ഇവിടെ കൊടുക്കുക. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് ഈ ഡേറ്റ പോയിന്ററിൽ ഓരോരോ വാല്യൂ ആയിട്ട് എടുത്തിട്ട് എന്ത് ചെയ്യുക, നമുക്കിപ്പോ ഡയഗ്രാം പഠിച്ച എന്താണ്, പോർട്ട് 1 ആണ് DACയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് വാല്യൂ പോർട്ട് 1ലേക്ക് സ്റ്റോർ ചെയ്യണം. അത് നേരെ DACയിൽ എത്തും. അവിടുന്ന് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും. ഇനി സെക്കൻഡ് വാല്യൂ കൊടുക്കണം. ഇങ്ങനെയല്ലേ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് എപ്പോഴും പോർട്ട് 1ലേക്ക് ഒരു ഡേറ്റ സ്റ്റോർ ചെയ്യണമെങ്കിൽ അക്യുമുലേറ്ററിൽ നിന്ന് മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്താണ്, ഫസ്റ്റ് അക്യുമുലേറ്ററിലേക്ക് ഫസ്റ്റ് വാല്യൂ എത്തിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതിനാദ്യം ഇതൊന്ന് ഒന്ന് ക്ലിയർ ചെയ്ത് വെച്ചു. എയിൽ ഇപ്പൊ 0 ഉള്ളൂ. ഇനി ഈ ഒരു ഇൻസ്ട്രക്ഷൻ നിങ്ങൾ അറിഞ്ഞു വെക്കേണ്ട ഇൻസ്ട്രക്ഷൻ ആണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇൻസ്ട്രക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണമെങ്കിൽ ചോദിക്കാം. മൂവ് സി എ കോമ അറ്റ് ദ റേറ്റ് ഓഫ് എ പ്ലസ് ഡേറ്റ പോയിന്റർ. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ അറ്റ് ദ റേറ്റ് എവിടെ കണ്ടാലും അതിന്റെ മീനിങ് അത് കഴിഞ്ഞ് വരുന്നത് അഡ്രസ് ആണെന്നാണ്. ഓക്കെ, ഒരു അഡ്രസ് ആണ്, ഒരു ഡേറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്ന അഡ്രസ് ആണ്. ഇപ്പോൾ അറ്റ് R1 എന്ന് കൊണ്ടുകഴിഞ്ഞാൽ അതിന്റെ മീനിങ് R1ൽ ഡേറ്റ ഉള്ളത്, R1ൽ എന്താ ഉള്ളത്, അഡ്രസ് ആണെന്നാണ്. അപ്പൊ അറ്റ് എ പ്ലസ് ഡേറ്റ പോയിന്റർ, എയിൽ ഓൾറെഡി 0 ആണ്, 0 പ്ലസ് ഡേറ്റ പോയിന്റർ. ഡേറ്റ പോയിന്റർ എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ടേബിൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന അഡ്രസ് ആണ് ഉള്ളത്. അപ്പൊ ആ അഡ്രസ്സിലുള്ള ഡേറ്റ എങ്ങോട്ടേക്ക് മൂവ് ആവും, എയിലേക്ക് മൂവ് ആവും. അതാണ് ഈ ഇൻസ്ട്രക്ഷന്റെ മീനിങ്. ഓക്കെ, അപ്പൊ ഡേറ്റ പോയിന്റർ പ്ലസ് എയിൽ ഓൾറെഡി 0 ആണ്. സോ ആ ഡേറ്റ പോയിന്റർ അഡ്രസ് അത് അറ്റ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ മീനിങ് എന്താണ്, അത് അഡ്രസ് ആണ്. ആ അഡ്രസ്സിലുള്ള ഡേറ്റ എങ്ങോട്ടേക്ക് മൂവ് ചെയ്യുക, എയിലേക്ക് മൂവ് ചെയ്യുക. അപ്പൊ ഈ ഇൻസ്ട്രക്ഷൻ ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഇതെങ്ങനെയാണ് ഡേറ്റ പോയിന്റർ ലൊക്കേറ്റ് ചെയ്യുന്ന ഒരു അഡ്രസ്സിൽ നിന്ന് ഒരു ഡേറ്റ എടുക്കണമെങ്കിൽ ഇതാണ് യൂഷ്വലി യൂസ് ചെയ്യുക. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ആ എയിലുള്ള ഡേറ്റ പോർട്ട് 1ലേക്ക് മൂവ് ചെയ്യാം. മൂവ് P1, A. ഇനി ഡേറ്റ പോയിന്റർ ഇൻക്രിമെന്റ് ചെയ്യുക. അപ്പൊ ഡേറ്റ പോയിന്ററിൽ ഇപ്പൊ ഫസ്റ്റ് വാല്യൂ നമ്മൾ പോർട്ട് 1ലേക്ക് കൊടുത്തു. ഇനി സെക്കൻഡ് വാല്യൂ അല്ലേ വേണ്ടത്, അതിന് വേണ്ടി ഡേറ്റ പോയിന്റർ എന്ത് ചെയ്യണം, ഇൻക്രിമെന്റ് ചെയ്യണം. അപ്പൊ ഡേറ്റ പോയിന്റർ നമ്മളുടെ ഈ ടേബിൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന അഡ്രസ് ഇപ്പൊ 2051 ആണെങ്കിൽ 2051 ആണ് ഡേറ്റ പോയിന്റർ ഉള്ളത്. ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ എന്താവും, 2052 ആവും. ദാറ്റ് മീൻസ് എന്താണ്, അടുത്ത വാല്യൂയിലേക്ക് പോയിന്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് ഈ R2 0 ആകുന്നവരെ R2ൽ എന്താ ഉള്ളത്, ഇവിടെ ടോട്ടൽ എത്ര നമ്പർ ഓഫ് ഡേറ്റ ഉണ്ടെന്നാണ്. അപ്പൊ നമുക്ക് ഓരോ തവണ ഇൻക്രിമെന്റ് ചെയ്ത് ഡേറ്റ കൊടുക്കുന്നതനുസരിച്ചും R2 ചെക്ക് ചെയ്യണ്ടേ. അതിനുവേണ്ടി എന്ത് ചെയ്യണം, ഇവിടെ DJNZ R2 എന്ന് വെച്ചാൽ എന്താണ്, ഡിക്രിമെന്റ് R2. ഈ ഒരു ഇൻസ്ട്രക്ഷന്റെ മീനിങ് എന്താണ്, R2 ഡിക്രിമെന്റ് ചെയ്യുക. എന്നിട്ട് അത് നോൺ 0 ആണെങ്കിൽ വീണ്ടും ഈ പ്രോസസ് റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, DJNZ R2 മീൻസ് എന്താണ്, R2 ഡിക്രിമെന്റ് ചെയ്യുക. ആ ഡിക്രിമെന്റ് ചെയ്ത വാല്യൂ ഇപ്പൊ R2ൽ ഇപ്പൊ 10 എന്നാ ഉള്ളതെന്ന് വിചാരിക്കുക. അത് ഡിക്രിമെന്റ് ചെയ്യുമ്പോൾ എന്തായി, 9 ആയി. അത് നോൺ 0 അല്ലേ, നോൺ 0 ആണെങ്കിൽ വീണ്ടും ഈ പ്രോസസ് റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എത്ര തവണ ഇത് റിപ്പീറ്റ് ചെയ്യും, എത്രയാണോ കൗണ്ട് കൊടുത്തത് അത്രയും തവണ ഇവിടെ റിപ്പീറ്റ് ചെയ്യും. അപ്പൊ റിപ്പീറ്റ് ആവുന്ന പ്രോസസ് എന്തൊക്കെയാണ്, നമുക്കിവിടെ 8051ലെ ഒരു പോർട്ട് 1, ആ പോർട്ട് 1ൽ നിന്ന് DACയിലേക്ക് കണക്റ്റഡ് ആണ്. അവിടെ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും. അപ്പൊ നമുക്ക് ആദ്യം ഒരു ടേബിൾ ആയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ വാല്യൂസ് എല്ലാം ഇങ്ങനെ ടേബിളിലുണ്ട്. ആ ടേബിളിലുള്ള വാല്യൂ ആദ്യം എവിടെ എത്തിക്കണം, എയിൽ എത്തിക്കണം. എയിൽ നേരെ എവിടെ എത്തിക്കണം, പോർട്ട് 1ൽ എത്തിക്കണം. പോർട്ട് 1ൽ നേരെ DACയിലേക്ക് എത്തിക്കണം. അപ്പൊ നമ്മൾ ഈ ടേബിളിലെ ഫസ്റ്റ് വാല്യൂ എവിടെയാണോ ഉള്ളത് അത് ഡേറ്റ പോയിന്റിലാണ് ആ അഡ്രസ് ഉള്ളത്. അപ്പൊ ആ അഡ്രസ്സിലുള്ള ഡേറ്റ ആദ്യം എയിൽ എത്തിക്കുക. അതിനാണ് ഈ ഒരു ഇൻസ്ട്രക്ഷൻ ഉള്ളത്. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ എയിലുള്ളത് P1ലേക്ക് എത്തിക്കുക, എയിലുള്ളത് P1ലേക്ക് എത്തിക്കുക. ഇനി ഡേറ്റ പോയിന്റർ ഇൻക്രിമെന്റ് ചെയ്തു. അപ്പൊ അടുത്ത വാല്യൂയിലേക്കായി. ഇനി നമ്മൾ R2ലുള്ളത് ഈ ടേബിളിൽ എത്ര നമ്പർ ഓഫ് വാല്യൂസ് ഉണ്ടെന്നാണ് R2ലുള്ളത്, കൗണ്ട് ആണ്. ആ കൗണ്ട് 0 ആണെന്ന് ചെക്ക് ചെയ്തു. 0 അല്ലെങ്കിൽ വീണ്ടും ഈ പ്രോസസ് റിപ്പീറ്റ് ചെയ്യുന്നു. അങ്ങനെ ഈ ടേബിളിലുള്ള എല്ലാ വാല്യൂസ് എന്താണ്, ഈ പോർട്ട് 1ലേക്ക് 1 by 1 ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കും. അതിനനുസരിച്ച് DAC എന്താണ്, ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് ഈ കൗണ്ട് എത്രയാണോ ഇത്രയും വാല്യൂസ് പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് എന്താണ്, ഈ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യൽ അടുത്തതിലേക്ക് വരും. അടുത്തതിലുള്ള എന്താണ്, എസ് ജമ്പ് എഗെയിൻ എന്ന് വെച്ചാൽ ഈ പ്രോസസ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ നമുക്കൊരു സൈൻ വേവ് കംപ്ലീറ്റ് കിട്ടി, വീണ്ടും സൈൻ വേവ് വേണമെങ്കിൽ ഈ എസ് ജമ്പ് എഗെയിൻ കൊടുക്കാം. ഇനിയല്ല നമുക്ക് ഈ പ്രോസസ് ഒറ്റ സിംഗിൾ സൈൻ വേവ് മാത്രം മതിയെങ്കിൽ ഇത് എഗെയിൻ ഇങ്ങോട്ട് കൊടുക്കണ്ട, എഗെയിൻ ഇങ്ങോട്ട് കൊടുത്താൽ മതി. അപ്പൊ അതിന്റെ മീനിങ് എന്താണ്, ഇത് ഇവിടെ തന്നെ നിന്നോളും. അപ്പൊ അതിന്റെ മീനിങ് എന്താണ്, പ്രോസസ് ഹോൾഡ് ആവും. ഇതാണ് സൈൻ വേവിനുള്ള പ്രോഗ്രാം. ഇനി നമുക്കൊരു റാമ്പ് വേവ് ആണ് കിട്ടേണ്ടതെങ്കിൽ, റാമ്പ് എന്ന് വെച്ചാൽ എന്താണ്, ആദ്യം 0 കൊടുക്കണം, പിന്നെ അത് ഇൻക്രിമെന്റ് ആയി പോയി ഹൈയിൽ പോകണം, വീണ്ടും ഡയറക്റ്റ് 0യിലേക്ക് വരണം. അപ്പൊ ആദ്യം എ ക്ലിയർ ചെയ്യുക, എയിലുള്ള ഡേറ്റ P1ലേക്ക് പോവുക. അപ്പൊ 0 എന്നുള്ളത് പോർട്ട് 1ലെത്തി, പോർട്ട് 1ൽ നിന്ന് DACയിലെത്തി, DACയിലെത്തിയിട്ട് അതിന്റെ ഔട്ട്പുട്ട് കിട്ടി. അപ്പൊ 0 കൊടുത്തപ്പോൾ 0 കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പൊ ഈ 0 വാല്യൂ കിട്ടി. ഇനി എ ഇൻക്രിമെന്റ് ചെയ്യുക, വീണ്ടും ഈ പ്രോസസ് റിപ്പീറ്റ് ചെയ്യുക. ഇത്രയും കൊടുത്താൽ മതി. കാരണം എന്താണ്,
ഈ പ്രോസസ് റിപ്പീറ്റ് ചെയ്തതിന് മുമ്പ് ശ്രദ്ധിക്കുക, അവിടെ ജസ്റ്റ് ഒരു ചെറിയൊരു ഡിലേ കൊടുക്കണം. കാരണം നമുക്ക് ആദ്യം ഒരു 0 കിട്ടി, പിന്നെ ഒരു ടൈം ഡിലേ കഴിഞ്ഞിട്ട് അടുത്ത വാല്യൂ മതിയല്ലോ, അല്ലാണ്ട് അവിടെ തന്നെ മതിയല്ലോ, പോരല്ലോ. അപ്പൊ ആദ്യം 0 കൊടുത്തു, അതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടി, അടുത്തൊരു ചെറിയൊരു ഡിലേ കഴിഞ്ഞാൽ എന്താണ്, വീണ്ടും അടുത്ത വാല്യൂ കിട്ടി, പിന്നെ ഒരു ഡിലേ. ഇപ്പൊ എക്സ് ആക്സിൽ ടൈം അല്ലേ നമ്മുടെ, പിന്നെ അടുത്ത ഡിലേ കഴിഞ്ഞ് അടുത്ത വാല്യൂ, അടുത്ത കഴിഞ്ഞ് ഡിലേ കഴിഞ്ഞ് അടുത്ത വാല്യൂ, അടുത്ത ഡിലേ കഴിഞ്ഞ് അടുത്ത വാല്യൂ, ഇങ്ങനെ എയിലുള്ള വാല്യൂ ഇൻക്രിമെന്റ് ചെയ്ത് ഔട്ട്പുട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. അതിനനുസരിച്ച് നമുക്ക് വാല്യൂ ഇൻക്രീസ് ആവും. മാക്സിമത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഇൻക്രിമെന്റിൽ എന്താണ്, 0യിലേക്ക് പോകും. അങ്ങനെയാണ് നമുക്ക് സോ ടൂത്ത് കിട്ടുക. മനസ്സിലായോ? എയിലേക്ക് 0 കൊടുക്കുന്നു, അത് പോർട്ട് 1ലേക്ക് കൊടുക്കുന്നു. ഓക്കെ, പോർട്ട് 1ൽ കൊടുത്താൽ പിന്നെ അത് നാച്ചുറലി എങ്ങോട്ടേക്ക് പോയി, DAC പോയി ഔട്ട്പുട്ട് കിട്ടി. ഇനി എ ഇൻക്രിമെന്റ് ചെയ്യുന്നു. എ ഇൻക്രിമെന്റ് ചെയ്തിട്ട് ഒരു ഡിലേ കഴിഞ്ഞ്, ഒരു ചെറിയ ഡിലേ കഴിഞ്ഞ് വീണ്ടും എന്ത് ചെയ്യുന്നു, അത് ഈ പോർട്ട് 1ലേക്ക് കൊടുക്കുന്നു. അപ്പൊ ഇൻക്രിമെന്റ് ആയ എ പോർട്ട് 1ലെത്തി. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഈ ഡിലേയുടെ പ്രോഗ്രാം നോക്കി ഇവിടെ എഴുതണം കേട്ടോ. നിങ്ങൾ ഡിലേയുടെ പ്രോഗ്രാം, നമ്മൾ LCD ഇന്റർഫേസിംഗിലൊക്കെ പ്രോഗ്രാം പഠിച്ചിട്ടില്ലേ, ആ പ്രോഗ്രാം ഇവിടെ നിന്ന് എഴുതി വെക്കുക. ഡിലേയുടെ പ്രോഗ്രാം എന്താണ്, ഒരു രജിസ്റ്ററിലേക്ക് വാല്യൂ കൊടുക്കുക, അത് 0 ആകുന്നവരെ ഡിക്രിമെന്റ് ചെയ്യുക. അപ്പൊ മൂവ് R1, #, ഇപ്പോ F0 എന്ന് കൊടുത്തു എന്ന് വിചാരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, DJNZ ഇപ്പൊ ഒരു L1 എന്ന് വല്ല കൊടുക്കുക. ഓക്കെ, DJNZ L1 എന്ന് വെച്ചാൽ ഇവിടെയും L1 കൊടുക്കുക. അപ്പൊ എന്താണ്, ഇത് ഡിക്രിമെന്റ് ആണെങ്കിൽ, ഈ വാല്യൂ ഡിക്രിമെന്റ് ചെയ്ത് നോൺ 0 ആണെങ്കിൽ വീണ്ടും ഇവിടെ തന്നെ നിൽക്കും, ഡിക്രിമെന്റ് ചെയ്തുകൊണ്ടിരിക്കും. ഡിക്രിമെന്റ് ചെയ്ത് ഏറ്റവും ലാസ്റ്റ് ആകുമ്പോൾ എന്താണ്, ഇവിടെ റിട്ടേൺ കൊടുക്കുക. റിട്ടേൺ കൊടുക്കുമ്പോൾ വീണ്ടും തിരിച്ചു വരും. അങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്യാറില്ലേ, അതിവിടെ എഴുതി വെക്കുക. അപ്പൊ ഇത്രയാകുമ്പോൾ എന്തായി, ഒരു റാം വേവിന്റെ ജനറേഷനായി. അപ്പൊ ഇത്രയാണ് DAC. അപ്പൊ DACയിൽ ചിലപ്പോൾ സൈൻ വേവ് ജനറേഷനോ അല്ലെങ്കിൽ റാം വേവ് ജനറേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരും. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതുക. ആദ്യം ആ DAC ഇന്റർഫേസിന്റെ സർക്യൂട്ട് വരച്ചിട്ട് എഴുതുക. ഇതുപോലെ ഞാൻ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സ്റ്റെപ്പർ മോട്ടറും ADCയും കൂടിയാണ്. ഞാൻ ഓൾറെഡി LCD ഇന്റർഫേസിംഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് DAC, ഇനി അടുത്ത ADC, സ്റ്റെപ്പർ മോട്ടർ. പിന്നെ നിങ്ങൾക്ക് EC305 ആർക്ക് ഇനി 2-3 ടോപ്പിക് കൂടെ ഉണ്ട്. 8255 മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. 8251 8253 ഉണ്ട്. അത് മാക്സിമം നിങ്ങളുടെ എക്സാമിന് മുമ്പ് അപ്ലോഡ് ചെയ്യാൻ ട്രൈ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എന്റെ ഈ ലെക്ചർ സീരീസ് EC-ക്കാർക്കും ഇലക്ട്രിക്കലുകാർക്കും ഫോളോ ചെയ്യാവുന്നതാണ്. എപ്പോഴും നിങ്ങൾ സിലബസ് നോക്കിയിട്ട് പഠിക്കുക. കാരണം ഞാൻ 2 പേർക്കും ഉള്ളത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സിലബസ് എന്താണോ ആ സിലബസിനനുസരിച്ച് പഠിക്കുക. അതിനകത്തൊരു 70%ഓളം നിങ്ങളുടെ കോമൺ സിലബസ് ആണ്. കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഡിഫറെന്റ് ആയിട്ടുള്ളത്. പിന്നെ 8086ന്റെ മെമ്മറി സെഗ്മെന്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ വേറൊരു പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്ലേലിസ്റ്റ് ചാനലിൽ എടുത്ത് നോക്കിയാൽ 8086 നോക്കി കഴിഞ്ഞാൽ അതിൽ ചിലപ്പോൾ 8086 ഞങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്കും ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ സിലബസ് വെച്ചിട്ട് ഏതൊക്കെയാണോ ടോപ്പിക്ക് വേണ്ടത് അതിനനുസരിച്ച് കറസ്പോണ്ടിങ് ആയിട്ട് പഠിക്കുക. ഏകദേശം ഒരു 70%ഓളം ടോപ്പിക്ക് കവർ ആയിട്ടുണ്ട്. 70 അല്ല, ഒരു 80%ഓളം കവർ ആയിട്ടുണ്ട് ഈ ടോപ്പിക്കും കൂടെ അപ്ലോഡ് ചെയ്യുമ്പോൾ. അപ്പൊ നിങ്ങൾക്ക് സുഖമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇൻട്രസ്റ്റ് ആയി തോന്നുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.